ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഒന്നാം ഓണമായിട്ട് നമ്മൾ വേളിയിലാണ് വന്നേക്കുന്നത്. ഇതെൻ്റെ അമ്മയാണ്. അയ്യോ, എവിടെ കാണാനില്ലേ? ആ, അമ്മയുണ്ട്. പിന്നെ ഒരു വിശിഷ്ട അതിഥിയുണ്ട് നമ്മുടെ കൂടെ. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കാണിക്കും. അവൻ്റെ പേര് രാഹുൽ എന്നാണ്. സോ ഞങ്ങളിങ്ങനെ ചുമ്മാ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിയിൽ വന്നേക്കാണ്. സോ അവനും ഞാനും അമ്മയുമായിട്ട് വെറുതെ കടലും കായലും ഒക്കെ കാണാൻ വേണ്ടി വന്നേക്കാണ്. അമ്മയുടെ ഭാഗത്ത് മാത്രം ഭയങ്കര പേരടിക്കും. അത് ആ ഭാഗത്ത് സൂര്യൻ്റെ ഗൈസ്, ഞങ്ങൾ വെയിലായതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ കടലിൻ്റെയും കായലിൻ്റെയും തീരത്ത് പോകും. ഈ ഒരു ട്രെയിന് വേളി പാർക്കിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കാശ് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി കാണിക്കും. ഞങ്ങൾ കുറച്ചൊന്ന് വെയിൽ കാണുന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ഞങ്ങൾ അവിടെ ഒരു ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്തിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലത്തെ ഫീലിംഗ് ഒന്നും തോന്നത്തില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല. മുകളിലെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു സമയത്താണ് ഞങ്ങൾ പോയതും. ശാന്തസുന്ദരമായ തീരം എന്ന് കേട്ടിട്ടില്ലേ, അതാണിത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ പഫ്സും ഒരു ലെമൺ ജ്യൂസുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇതേപോലെ തന്നെ ഓർഡർ ചെയ്തിരുന്നത്. അവൻ വെജാണ്. സോ വെജ് പഫ്സാണ് അവൻ ഓർഡർ ചെയ്തത്. ഇത് ആക്ച്വലി KTDCയുടെ ആണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ കുറച്ച് കത്തിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്ന ലെമൺ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. കറക്റ്റായിട്ടുള്ള മധുരവും കാര്യങ്ങളൊക്കെയാണ്. ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി സ്പേസ് ഉണ്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ വെയിലുള്ള സമയത്ത് സൈഡിലായിട്ട് ഇരിക്കാതെ നോക്കുക, ഉള്ളിലേക്ക് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കായലും കടലും കൂടി ഒന്നിക്കുന്ന ആ സ്ഥലം. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഈ ഒരു റിങ് വീഴ്ത്തി കളിക്കുന്ന കളി ഞാൻ പണ്ട് ചെറുതിലെ ഒത്തിരി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഹോഴ്സിനെ കുറേ കുതിരകളിങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പിള്ളേർക്ക് ഫോട്ടോ എടുക്കാനും അതിൻ്റെ പുറത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പിള്ളേർ കുറേ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. എനിക്കും പറത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വാങ്ങി തന്നില്ല ഗൈസ്. ശരിക്കും ഇവിടെയൊക്കെ പോയി നിൽക്കുമ്പോഴുണ്ടല്ലോ പണ്ടുള്ള കാലത്ത് ആ ഓർമ്മകളിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ചിക്കിച്ചികഞ്ഞ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരും. ഭയങ്കര ഒരു പ്രത്യേക തരം ഒരു ഫീലാണ് ഇതേപോലെ ബീച്ചിലും ഒക്കെ പോകുമ്പോൾ. ഇത് ആക്ച്വലി അവിടെ രണ്ട് ഫാമിലി നിന്നിട്ട് കബഡി കളിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരുടെ പിള്ളേരും കുട്ടീസും എല്ലാം ഉണ്ട്. ഈ കടലൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവത്തില്ല. എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് കടലും ആ സൈഡിലിരിക്കുന്ന ഐസ്ക്രീമും ഒക്കെ. അതൊക്കെ ഒരു കാലമായിരുന്നു അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ആ കടലും കായലും കൂടെ ഒന്നിക്കുന്ന ആ സ്ഥലം. അതിൻ്റെ പേരാണ് പൊഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 6:30 ടൈമായി. അപ്പോഴത്തേക്കും പോലീസ് വന്ന് ഞങ്ങളെല്ലാം പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവുകയാണ്. തിരിച്ച് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടി അപ്പുറത്ത് പോകണം. ഈ ടൈം റെസ്ട്രിക്ഷൻ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വേലികയറ്റം വേലിയിറക്കം ഉള്ളതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അവർ അപ്പുറത്തേക്ക് പോകാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ സൈഡിലായിട്ട് തന്നെ കുട്ടി കുട്ടി സ്റ്റോളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ആ ഫ്രണ്ടിൽ പോകുന്ന പയ്യന്മാരെങ്ങനെയാണ് പോകുന്നതെന്ന്. നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയാൽ പോലും നമ്മുടെ കാല് ഇങ്ങനെ ആടിയാടിയായിരിക്കും പോകുന്നത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ വീടെത്തിയിരിക്കുകയാണ്. നമ്മൾ വേളിയിലൊക്കെ പോയി ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. ഇവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തത്രപ്പാടിലാണ്. അതുകൊണ്ട് ഞാനൊരു ഹാപ്പി ഓണം പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞയക്കാന്ന് വിചാരിച്ചു. ഹാപ്പി ഓണം. അപ്പം ശരി, ഓക്കെ ഗൈസ്, മാറി ഇങ്ങോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഹാപ്പി ഓണം.